അള്ളാഹുവിൻ്റെ മനോഹരമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ബാത്തിന് എന്നത്. പരോക്ഷനായവൻ, മറഞ്ഞു കിടക്കുന്നവൻ എന്നൊക്കെ നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ ഇത് ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 62. എല്ലാ ഊഹങ്ങളെ തൊട്ടും എല്ലാ രൂപങ്ങളെ തൊട്ടും എല്ലാ അവസ്ഥകളെ തൊട്ടും മറഞ്ഞവൻ, സൃഷ്ടികളുടെ കാഴ്ചകളെ തൊട്ട് മറഞ്ഞവൻ, ഒരു കണ്ണുകൾക്കും അള്ളാഹുവിനെ എത്തിക്കാൻ കഴിയില്ല. ഒരു ഊഹത്തിനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും കഴിയില്ല. സർവ വസ്തുക്കളുടെയും ഉള്ളായി കിടക്കുന്നവൻ, ഏതൊരു വസ്തുവിലേക്കും മറ്റേതൊരു വസ്തുവിനേക്കാളും കൂടുതൽ അടുത്ത് കിടക്കുന്നവനാണ് അള്ളാഹു. ഈ രൂപത്തിലൊക്കെ ബാത്തിന് എന്ന ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ വസ്തുക്കളുടെയും ബാത്തിനെ, ഉള്ളിനെ അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിനെക്കുറിച്ച് ഒരാൾ അള്ളാഹുവാണ് ബാത്തിന് എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതൊരു വസ്തു കൊണ്ടും അവൻ അള്ളാഹുവിൻ്റെ മേലിൽ ലക്ഷ്യം പിടിക്കുന്നവനാകും. ഏതൊരു വസ്തു കൊണ്ടും അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനുമാകും. മുൻഗാമികളായ പല മഹത്തുക്കളും ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഏതൊരു വസ്തുവിലേക്ക് നോക്കുമ്പോഴും അവർ പറയാറുണ്ട്, ആ വസ്തുവിനെ ഞാൻ കാണുന്നതിന് മുമ്പ് അതിൻ്റെ സൃഷ്ടാവായ റബ്ബിനെ ഞാൻ കാണുന്നു എന്ന്. കാരണം ഏതൊരു വസ്തുക്കളിലും മറഞ്ഞു കിടക്കുന്ന അള്ളാഹുവിൻ്റെ നൂറാനിയത്തിനെയാണ് അവർ ദർശിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് അവൻ എത്തും. ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ, വിശേഷണങ്ങളിൽ ചിന്തിക്കുക. അതിലൂടെ ബാത്തിനായ റബ്ബിനെ സദാസമയത്തും അവൻ എത്തിക്കുക. ഇങ്ങനെയാണ് ഈ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തേണ്ടത്. ഈ ഇസ്മു കൊണ്ടുള്ള തഖല്ലുക്ക്, സ്വഭാവം ശ്രദ്ധിക്കൽ മഹത്തുക്കൾ പഠിപ്പിച്ചു. നിന്റെ അഅ്മാലുകൾ, അതിനെ നീ വളരെ രഹസ്യമാക്കി ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ നിനക്കൊരു സിർറ് ഉണ്ടാകണം. അള്ളാഹുവിൻ്റെയും നിൻ്റെയും ഇടയിൽ ഒരു സിർറ്, ഒരു ബന്ധം ഉണ്ടാകണം, ഒരു രഹസ്യമായ ബന്ധം ഉണ്ടാകണം. മറ്റുള്ളവരെ കാണിക്കാത്ത രൂപത്തിൽ രഹസ്യമായ അമലുകൾ നീ ഉണ്ടാക്കുക. ഇബാദത്തുകളിൽ നീ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞവനാവുക. ആളുകൾക്കിടയിൽ സ്ഥാനമാനത്തെ തേടാതിരിക്കുക. മറ്റുള്ളവർ പുകഴ്ത്തണം എന്ന ആ ഒരു താല്പര്യം നിന്നിൽ ഉണ്ടാകാതിരിക്കുക. നിന്റെ ബാത്തിനിനെ, നിന്റെ ഉള്ളിനെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും നീ ശുദ്ധീകരിക്കുക, നന്നാക്കിയെടുക്കുക. നമ്മുടെ ഉള്ളിനെ തകരാറാക്കുന്ന കാര്യങ്ങളാണ് കിബർ, അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള അസൂയ, നമ്മുടെ അമലിൻ്റെ പ്രതിഫലത്തെ പൊളിച്ചു കളയുന്ന ലോകമാന്യം, മറ്റുള്ളവരോട്
ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ കാരണത്തിന് വേണ്ടി ഉണ്ടാകുന്ന ദേഷ്യം, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പം അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്ത് നിന്റെ ബാത്തിനെ നീ നന്നാക്കുക. എപ്പോഴും നീ ഒരു ഖാലിസായ അടിമയായി മാറുക. ളുഹൂറിൻ്റെ അടിമയുമാകരുത്, ഖഫാഇൻ്റെ അടിമയുമാകരുത്. ആളുകൾക്കിടയിൽ എത്തുന്ന സമയത്ത് മാത്രമേ അമല് ചെയ്യൂ, ആ രൂപത്തിലും നീ ആകരുത്. ആളുകൾ ആരുമില്ലാത്തിടത്ത് മാത്രമേ അമല് ചെയ്യൂ എന്ന ചിന്താഗതിയും വരരുത്. രണ്ടും ഒരർത്ഥത്തിൽ ലോകമാന്യമാണ്. അതുകൊണ്ട് തന്നെ ഖാലിസായ ഒരു മുഖ്ദിസായ അടിമയായി നീ മാറുക. അള്ളാഹുവിൻ്റെ ഇസ്മുകളാകുന്ന അവ്വല്, ആഖിർ, ലാഹിർ, ബാത്തിൻ, ഈ 4 ഇസ്മുകളും പല മഹത്തുക്കളും ഒന്നിച്ച് പറയാറുള്ള ഇസ്മുകളാണ്. അവ്വല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പ് മറ്റൊരു വസ്തു ഇല്ല. ആഖിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശേഷം മറ്റൊരു വസ്തു ഇല്ല. ലാഹിർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മുകളിൽ മറ്റൊരു വസ്തുവില്ല. ബാത്തിന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ താഴെ മറ്റൊരു വസ്തുവില്ല. ലാഹിർ എന്നതും ബാത്തിന് എന്നതും മക്കാനീയത്തിലേക്ക്, മക്കാനുകൊള്ള സൂചിപ്പിക്കുന്നതാണ്. അവ്വല് എന്നതും ആഖിർ എന്നതും സമാനുകൊള്ള സൂചിപ്പിക്കുന്നതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ഇനി നാം ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തിയാൽ അതിൻ്റെ നേട്ടമായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് നിന്നിൽ എപ്പോഴും ഒരു സന്തോഷാവസ്ഥ ഉണ്ടാകും. ഏതു സമയത്തും അള്ളാഹുവിലേക്കുള്ള ആ ഒരു മടക്കം അത് നിന്നിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല, ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം എന്ന മഹത്തായ വചനം ഒരു മനുഷ്യൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം 45 പ്രാവശ്യം ചൊല്ലൽ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ സർവ്വലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്ന് മഹാന്മാർ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മോട് ഒരു മനസ്സലിവുണ്ടാകാൻ, കുടുംബത്തിലുള്ള ക്രൂരതകൾ ഇല്ലാതെയാകാൻ, കുടുംബത്തിൽ ചില ആളുകൾ ക്രൂരത ചെയ്യുന്ന ആളുകളുണ്ടാകും, അവർക്കൊക്കെ ഒരു മനസ്സലിവ് ഉണ്ടാകാൻ, നമ്മോട് ഒരു ഇണക്കവും സ്നേഹവുമൊക്കെ ഉണ്ടാകാൻ ബാത്തിൻ എന്ന ഇസ്മ ധാരാളം ചൊല്ലിയാൽ മതിയാകുമെന്ന് മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.